Hi friends, welcome to Tips for Happy Life. കവിൾ തുടുത്തിരിക്കുന്നത് മുഖസൗന്ദര്യം കൂട്ടുന്ന ഒരു കാര്യമാണ്. മുഖം തുടുക്കാതെ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ശരീരപ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. കവിൾ തുടുക്കാനും അതുപോലെ തന്നെ ശരീരത്തിന്റെ നിറം കൂട്ടുവാനുമായിട്ട് ദിവസവും രാവിലെ തേനും ഉണക്കമുന്തിരിയും അല്പം നെയ്യും ഏത്തപ്പഴം അരിഞ്ഞതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറും വയറ്റിൽ വേണം കഴിക്കാനായിട്ട്. ഇത് കഴിച്ച ശേഷം ഒരു 1.5 മണിക്കൂർ നേരത്തേക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും കഴിക്കാതിരിക്കുക. 3 മാസം നമ്മളിത് അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും കവിൾ തുടുക്കുകയും അതുപോലെ തന്നെ നിറം മെച്ചപ്പെടുത്താനും സാധിക്കും. ശരീരകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ആയുർവേദിക് ഓയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിറം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഓയിൽ ശരീരത്തിൽ പുരട്ടി 1 മണിക്കൂറിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയാണ് വേണ്ടത്. വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം പച്ചമഞ്ഞൾ ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ നമുക്ക് ആ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിക്കാവുന്നതാണ്. നമുക്കൊരു ഹെർബൽ വാട്ടർ ഉപയോഗിച്ച് കുളിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചർമ്മരോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതോടൊപ്പം തന്നെ പതിവായി ഇത് ഉപയോഗിച്ചാൽ നിറവും കൂടുന്നതാണ്. പച്ചമഞ്ഞൾ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇനി വെള്ളം ചൂടാക്കി കുളിക്കുന്നവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ കുറച്ച് പച്ചമഞ്ഞൾ കൂടി ചേർത്തിട്ട് ചൂടാക്കിക്കോളൂ. ഇനി വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും അത്ര പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ആയുർവേദിക് ഓയിൽസ് ഒന്നും അവിടെ കിട്ടത്തില്ല എന്നെനിക്കറിയാം. പലരും എന്നോട് പറയാറുണ്ട് ആ ഇൻഗ്രീഡിയൻസ് കിട്ടിയില്ലേ ചേച്ചി എന്നൊക്കെ. ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ചില ബുദ്ധിമാന്മാരുണ്ട് നാട്ടിൽ നിന്ന് വരുന്നവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്തായാലും നമുക്ക് ഓയിൽ വാങ്ങാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം. അല്പം വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ദേഹത്ത് പുരട്ടുക. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സാധിക്കുമെങ്കിൽ വെയിറ്റ് ചെയ്ത ശേഷം കുളിക്കുന്നതാണ് നല്ലത്. പതിവായിട്ട് ഈ രീതിയിൽ ചെയ്യുന്നത് നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ്. ഇത് ചെയ്യേണ്ടത് വൈകിട്ട് കുളിക്കുമ്പോഴാണ്. രാവിലെയൊക്കെ ആകുമ്പോൾ ജോലിക്കൊക്കെ പോകാനുള്ളതാകുമ്പോൾ ഈ മഞ്ഞ നിറം പോയില്ല എന്നൊക്കെ പരാതി വരും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഡ്രസ്സിൽ പറ്റാനൊക്കെ ചെറുതായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഈവനിങ്ങിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ശരീരത്തിൻ്റെ അനാവശ്യ രോമങ്ങളൊക്കെ അകറ്റാനും വളരെ നല്ലൊരു രീതിയാണിത്. അപ്പോൾ ഡെയിലി ഇത് ഉപയോഗിക്കാം. മഞ്ഞൾ നമുക്കറിയാം ചർമ്മ സംരക്ഷണത്തിന് ഒത്തിരി കാലമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ്. ശരീരത്തിൻ്റെ നിറവും ശോഭയും ഒക്കെ ലഭിക്കാനായിട്ടും അതുപോലെ നിലനിർത്താനായിട്ടും പതിവായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിവൈറൽ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ മുറിവുകൾ മുഖക്കുരു ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താനായിട്ട് കഴിവുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.